ഹലോ മച്ചാമാരെ, സനി ബ്ലോഗ്സ് ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചമാർക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു കുളം വറ്റിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നിന്ന് വറ്റിച്ച് നോക്കിയാൽ ഈ ഒരു കുളത്തിന്റെ അവസ്ഥ ഉണ്ടല്ലോ, മൊത്തം കാടും പറലയും ചപ്പും ചവറും വീണ് കിടക്കുക. അപ്പോൾ ഈ നെറ്റെ മൊത്തം ചപ്പ് വീണ് കിടക്കുക. അപ്പോൾ ഇതൊക്കെ വാരി മാറ്റിയിട്ട് നെറ്റൊക്കെ നഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ കുറേ നാളിട്ട് ലെങ്തി വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഇനി എല്ലാ ആഴ്ചയിലും നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് കുളം വറ്റിച്ചേക്കാം. അപ്പോൾ അച്ഛന്മാരെ, നമുക്ക് ആദ്യം തന്നെ ഈ വലയൊക്കെ കഴിച്ച് മാറ്റിയേക്കാം. അപ്പോൾ നമ്മൾ വലയൊക്കെ കഴിച്ച് മാറ്റിയിട്ടുണ്ട്. വല കഴിച്ച് മാറ്റിയപ്പോൾ ഉള്ളൊരു കാഴ്ചയായിട്ടേ കാണുന്നത്. ഇതിന് മുകളിലേക്ക് കുറച്ച് കപ്പക്കമ്പ് നിൽപ്പുണ്ട്, അതൊക്കെ ഒന്ന് ഒടിച്ച് മാറ്റിയേക്കാം. അത് സെറ്റ്. നമുക്കിനി ഒന്ന് പതിയെ തുറന്നു വിട്ടല്ലോ. ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു 3/4 ഇഞ്ചിൻ്റെ ഒരു വാൽവാട്ട് കൊടുത്തേക്കണം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിടാൻ വേണ്ടി കൊടുത്തേക്കണേ 3/4 ഇഞ്ച് വാൽവാണ്. അപ്പോൾ അകത്തെന്തോ തടഞ്ഞിട്ടുണ്ട്, അതാ ഹോൾസ് കുറവ്. അല്ലെങ്കിൽ ഞാൻ പറന്നു കൊണ്ട് വെള്ളം. ഒരു കാര്യം ചെയ്യാം, അകത്തെ തടപ്പൊന്ന് മാറ്റിയേക്കാം, എന്നിട്ട് തുറക്കാം. പൈപ്പ് തുറന്നു വിട്ടപ്പോൾ എല്ലാം അതിൻ്റെ തുണി താഴത്തേക്ക് ചാടി. മീനും കക്കയും ചാടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു നെറ്റ് പോലത്തൊരു തുണി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പതിയെ ഇതിൽ കെട്ടി വെച്ചേക്കാം. കാപ്പി കയറി നിൽക്കുന്ന കാരണം വെട്ടിക്കളയണം കാപ്പി. ഇനി കളിക്കൂല. ഓക്കെ, അവിടെ വെള്ളം പറ്റൂലേ, നമുക്കിവിടെ കുറെ കുളത്തിൽ നിന്ന് പിടിച്ചെടുത്തേ. മര പിടിച്ചാൽ തീരെയില്ല, അതിന് മാത്രം സാധനം ഉണ്ട്. നോക്കാം എങ്ങനാവും. നിസാര സൈഡിൽ നിന്ന് പിടിച്ചപ്പോൾ ഇത്രയായി. ഉണ്ട്, ഇതായിരിക്കും മീൻകുളം അല്ല കേട്ടോ, കക്കാക്കുളമാണെന്ന് തോന്നുന്നു. കുറച്ച് വല്ലതും ആണോന്ന്. ഉണ്ട്, നായ സാധനമുണ്ട്. എല്ലാത്തിനും നമ്മൾ തൂക്കിണ്ടായിരുന്നു. ഇതിൻ്റെ ഫോഴ്സ് കുറഞ്ഞിട്ട് തന്നെ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്നും ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടില്ല. അച്ഛന്മാർ മൊത്തം വന്ന് ഇവിടെ തങ്ങിയിട്ടുണ്ട്. നല്ലൊരു മഴക്കാറ് കയറി വരുന്നുണ്ട്. അതിന് മുമ്പ് ഒന്ന് വറ്റിക്കണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നടക്കുമെന്ന് തോന്നില്ല. ഇമാര് സമ്മതിക്കില്ല. അതുപോലെ തന്നെ കെട്ടി വെച്ചിട്ട് ഒന്നും കൂടി തുറന്നു നോക്കാം. വെള്ളത്തിന്റെ ഫോഴ്സ് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും അവന്മാര് വന്ന് കുടുങ്ങിയ ലക്ഷണമാണ്. അത് തന്നെ, അവന്മാര് വീണ്ടും വന്ന് കുടുങ്ങിയിട്ടുണ്ട്. വല കഴിച്ച് മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കുളം വെറ്റിക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല. വലിയവൻ ഉറന്നു താടിയിട്ടുണ്ട്, അതിന് എടുത്ത് കാണിച്ചു കക്ക. ഉണ്ടോട്ടെ, നായ സാധനമുണ്ട്. തിന്നാൻ കൊള്ളാവുന്നതാണെന്ന് അറിയത്തില്ല. കാണാൻ
നമ്മൾ എന്തെങ്കിലും ഭംഗിക്ക് വേണ്ടി വെറുതെ കൊണ്ടു നിൽക്കുക. നോക്കിട്ടേക്കാം. ഓക്കെ, കക്ക മാത്രമല്ലായിരുന്നു, അതിൻ്റെ കൂടെ ഒരു സിലോപ്പിയുടെ ഒരു കുഞ്ഞും കൂടി ചാടി വന്നിട്ടുണ്ടായിരുന്നു. മീനുകളൊക്കെ എന്തെങ്കിലും ഒന്ന് തടഞ്ഞു അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വല കുറച്ച് ലൂസ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വന്ന് തടഞ്ഞാലോ കക്കവും തടഞ്ഞാലോ നമ്മൾ അറിയില്ല. ഒന്ന് ലൂസാക്കി ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കാരണം ലൂസാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് വലയിലൊരു 2-3 4 സിലോപ്പി കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു വലയിൽ. മാര് വന്ന് വലയൊന്നും തങ്ങിയില്ല. പിന്നെ നമ്മുടെ കക്ക മാര് ഫുള്ളാക്കി കേട്ടോ. നമ്മളെ വെള്ളം പറ്റുന്ന ഗ്യാപ്പിൽ കുത്തി കേട്ടന്മാരെയൊക്കെ വെള്ളം ഓൾമോസ്റ്റ് വറ്റാറായിട്ടുണ്ട്. കാൽപാദത്തോളം വെള്ളം കാണുള്ളൂ. നമ്മുടെ കക്ക ഒരുപാട് ചത്തുപോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഓടാട്ടത് എന്തോ ചത്തുപോയ കക്കയുടെ ഓടാണ്. അതുപോലെ കുറേ ഉണ്ട് ഇതിൻ്റെ. ഇതൊക്കെ നമുക്കൊന്ന് പെറുക്കി കളയണം. അപ്പോൾ അച്ഛന്മാരെ വെള്ളം നല്ല അടിപൊളിയായിട്ട് തന്നെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇറങ്ങി മീനിനെയും കക്കേനെയും പിടിക്കുന്ന പരിപാടിയിലേക്ക് മാറിയേക്കാം. അപ്പോൾ നമുക്ക് പാത്രം ഒന്ന് കയറ്റി വെച്ചേക്കാം. പതിയെ ഇറങ്ങി മീനിനെയും കക്കേനെയും ഇതിലേക്ക് മാറ്റിയേക്കാം. സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ കക്കാനെ ചവിട്ടി പൊട്ടിക്കും. അത് കാരണം നോക്കിയും കണ്ടൊക്കെ ഇറങ്ങാനും പറ്റുള്ളൂ. അപ്പൊ ഈ കക്കേനെ മൊത്തം പിടിച്ചു തീർത്തിട്ട് നമുക്ക് മീൻ പിടിക്കാൻ തുടങ്ങാം. ഇതിനകത്തുള്ളതൊക്കെ പോയതാട്ടോ. ഇതുപോലെ കുറെ എണ്ണത്തിനെയും പിടിച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പോയതാ, ചത്തുപോയതല്ല. ഇതിനകത്തുണ്ട്, ഇതിലുമുണ്ട്, 2-3 കണ്ടുണ്ട്. ഇതുണ്ട്, ഇതില്ല. ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ കുളം പറ്റി കക്കേനെയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മീനിനെ പിടിക്കുന്ന പരിപാടിയിലേക്കാണ്. ഇവന്മാരെല്ലാം പിടിച്ചെടുക്കണം.
കൂട്ടത്തിൽ ഏറ്റവും വലിയവനെ മൊത്തം ചെടിയായിക്കൊണ്ട് കാണത്തില്ല മീൻ. അപ്പോൾ ചമ്മരെ എങ്ങനെ പോയാലും ഒരു 10-30 സിലോപ്പി കാണുള്ളൂ. ബാക്കി മൊത്തം മറ്റേ കക്കയേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഒന്ന് ചെളിയൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് വെള്ളം നിറച്ചിട്ട് മീനിനെ ഇറക്കി വിട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. പിന്നെ ഈ കുളത്തിന്റെ അടുത്ത അപ്ഡേഷൻസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. പിന്നെ പെയിന്റ് അടിക്കണമെന്നുണ്ട്, നീല പെയിന്റ് കുളത്തിന് അടിക്കണമെന്നുണ്ട്. അപ്പം അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പം ചെളി മൊത്തം വാരി കളയാക്കാം. ഒരു 4 ചെളി ഉണ്ട് ഇതിനകത്ത്. എൻ്റെ സൈഡിലേക്ക് കൂട്ടിയത് എന്നിട്ട് വാരി പുറത്തേക്ക് വന്നേക്കാം. മീനിന്റെ വേസ്റ്റ് ജാതിക്കല്ല എന്ന് പറയുന്നത്. ജാതിക്ക നല്ല വളമായി സംഭവം. അങ്ങനെ വെച്ചാൽ വരെ നമ്മുടെ കുളം വറ്റിക്കുന്ന പ്രക്രിയ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുക. ചെളി ഒന്ന് വെള്ളമടിച്ച് കഴുകി വരണം. എന്നിട്ട് മീനിനെ ഇറക്കി വിടുന്ന കൂടി കണ്ടിട്ടേ പോകാവൂ. അപ്പോൾ നമുക്ക് ചെളി കഴുകി വിട്ടേക്കാം. ഇല്ലാണല്ലോട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള കുളമോട്ടോ. അത്യാവശ്യം വലിയ മീനിനെ വളർത്താൻ പറ്റിയ സൈസ് ടാങ്ക് അത്. അപ്പോൾ നമുക്കൊരു വലിയ മീനിനെ ഒരെണ്ണത്തിന് മേടിച്ച് വിടണമെന്നുണ്ട്. വലിയ മീനല്ല, വലുതാവുന്ന സൈസ് ഒരു മീനിനെ മേടിച്ച് വിടണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു വലിയ മീനിനെ ഒരെണ്ണത്തിന് മേടിച്ച് വിടാമെന്നൊക്കെയാണ് പ്രതീക്ഷ. അപ്പോൾ ഒന്നും നോക്കണ്ട, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് തുടങ്ങി എല്ലാം ചെയ്തേക്ക്. ചെളി കാരണം അതിനകത്തൊരു വെള്ളം പോവുകയല്ല, അപ്പുറത്തെ കമ്പിന് കുത്തി വരണം. ചെളി ആയതുകൊണ്ട് കുറേശ്ശേ വെള്ളം വരുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കുത്തി വിട്ട് കഴിഞ്ഞാൽ ആ ചെളിയും കലങ്ങിപ്പോക്കോളും. പൊടിയോ എന്തായാലും അകത്തുനിന്ന് അതൊന്ന് കുത്തി വിട്ടേക്കാം. കലക്കി വിട്ടേക്കാം. ചെളി മൊത്തം ഒന്ന് ഇളകി അങ്ങോട്ട് പോട്ടെ. ഈ കാണുന്ന കക്ക മൊത്തം ചപ്പ് ചെയ്തു കേട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റംസ്. അയ്യോ, അപ്പോൾ വെച്ചാൽ നല്ലൊരു മഴക്കാറ് കയറി വരുന്നുണ്ട്. അതുകൊണ്ട്
മീനിനെ പതിയെ ഇറക്കി വിട്ടേക്കാൻ നോക്കുക. ഏകദേശം എൻ്റെ കാൽപ്പാദത്തോടെ മുളകായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ മീനിനെ ഇറക്കി വിട്ടേക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് പതിയെ ഒരു പിടിച്ച് ഇറക്കി വിട്ടേക്കാം. പൊക്കട 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 ഇങ്ങനാട്ടോ കൂട്ടത്തേക്ക് സൈസുള്ള നല്ല ആക്റ്റീവ് കേട്ടോ മീൻ. എന്തായാലും ഇന്ന് ഒരുപാട് നാളായ മീനല്ല, ഒന്നും ഒത്തിരി ആയിട്ടില്ല. പക്ഷെ കുളം ക്ലീൻ ചെയ്തായിരുന്നു കൊണ്ടത്. ഇഷ്ടം അതാണ് വെച്ചത്. പെട്ടെന്ന് തന്നെ കുളത്തിൽ വെള്ളം കയറ്റിയായി. കഴിഞ്ഞ പ്രാവശ്യം വറ്റിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മറ്റേ ഇവന്മാരെ കണ്ടത്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനൊക്കെ ഒത്തിരി കൈ വെച്ചു. പെട്ടെന്ന് വളരെ ഇതാണ്. കൊച്ചമാരെ അവിടെ മീൻ പിള്ളേരെല്ലാവരും ഇറക്കി വിട്ടുണ്ട് കൂടെ ഈ കിട നടക്കുന്ന. ഒരെണ്ണത്തിന് മാത്രം വെള്ള കളർ. എന്തായാലും ഇനി നമുക്ക് ഇവന്മാരെ വാരി തട്ടിയേക്കാം. കടല പോലെ ഉണ്ട്. ഒരു മഞ്ഞ കളർ മാത്രമേ ഉള്ളൂ കുളത്തിൽ. അപ്പോൾ മച്ചാമാരെ നമ്മുടെ മീൻകുളം വറ്റിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിന് നെറ്റ് ഇടുന്ന വീഡിയോ ഇപ്പോൾ അതിൻ്റെ ഉൾപ്പെടുത്തുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കാറ് വരുന്നുണ്ട്, മഴ ഉടനെ ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും വലിച്ചു വാരി ആ നെറ്റ് കൂടി ഒന്ന് വലിച്ചു കയറ്റിയിട്ട് വേണം പരിപാടി ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നെറ്റ് ഇടുന്ന വീഡിയോ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ കിടക്കുന്ന നമ്മുടെ കക്കക്കുളത്തിൻ്റെ മീൻകുളമല്ല ശരിക്കും പറഞ്ഞാൽ, ഇത് കക്കക്കുളമാണ് ശരിക്കും. ഒരുപാട് കക്ക ദേ കിടക്കുന്ന. അപ്പോൾ ഇതേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ അതുകൂടി കൂടെ ഉൾപ്പെടുത്തിയേക്ക്. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.